ഇന്ന് നാം കേൾക്കുവാൻ പോകുന്ന തിരുവചനം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്നു പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവൻ്റെ വായ്ക്ക് അടിക്കുവാൻ കൽപ്പിച്ചു. പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ചുവരെ, നീ ന്യായപ്രമാണപ്രകാരം എന്നെ വിസ്തരിക്കുവാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിനു വിരോധമായി എന്നെ അടിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്നു പറഞ്ഞു. അരികെ നിൽക്കുന്നവർ, നീ ദൈവത്തിൻ്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനു പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്നു ഞാൻ അറിഞ്ഞില്ല. നിന്റെ ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരു പക്ഷം സദൂക്യരും ഒരു പക്ഷം പരീശന്മാരും ആകുന്നു എന്ന് പൗലോസ് അറിഞ്ഞ്, സഹോദരന്മാരെ, ഞാൻ ഒരു പരീശനും പരീശന്മാരുടെ മകനും ആകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശ നിമിത്തം എന്നെ വിസ്തരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇതു പറഞ്ഞപ്പോൾ പരീശന്മാരും സദൂക്യരും തമ്മിൽ ഇടഞ്ഞ് സംഘം ചിത്രിച്ചു. പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവും ഇല്ല എന്ന് സദൂക്യർ പറയുന്നു. പരീശന്മാരോ രണ്ടുമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി. പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു ആത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ കലഹമായതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയും എന്ന് സഹസ്രാധിപൻ പേടിച്ചു. പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്ക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേരായിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന്, ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്ന് കഠിന ശപഥം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണമെന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പിൻ. എന്നാൽ അവൻ സമീപിക്കും മുൻപേ ഞങ്ങളവനെ കൊന്നുകളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പതിയിരിപ്പിനെക്കുറിച്ച് പൗലോസിൻ്റെ സഹോദരിയുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു. പൗലോസ് ശതാധിപന്മാരിൽ ഒരുത്തനെ വിളിച്ച്, ഈ യൗവനക്കാരന് സഹസ്രാധിപനോടൊരു കാര്യം അറിയിക്കുവാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അവൻ അവനെ കൂട്ടി സഹസ്രാധിപൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന്, തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ച് നിന്നോടൊരു കാര്യം പറവാനുള്ള ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറി നിന്ന് എന്നോട് ബോധിപ്പിക്കുവാനുള്ളത് എന്ത് എന്ന്
സ്വകാര്യമായി ചോദിച്ചു. അതിനവൻ യഹൂദന്മാർ പൗലൂസിനെക്കുറിച്ച് അധികം സൂക്ഷ്മതയോടെ വിസ്താരം കഴിക്കണം എന്നുള്ള ഭാവത്തിൽ വന്നു നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിക്കുവാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ചു പോകരുത്. അവരിൽ 40 അധികം പേർ അവനെ കൊന്നുകളയും വരെ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു. നിന്റെ സമ്പന്നം കിട്ടുമെന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നീ ഇതെന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ചു. യൗവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ ശതാധിപന്മാരിൽ 2 പേരെ വരുത്തി, ഈ രാത്രിയിൽ 3-ാം മണി നേരത്ത് കൈസരയ്ക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവിൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിക്കുവാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പിൻ എന്നു കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരെഴുത്തുമെഴുതി: ക്ലൗദ്യോസ് ലുസിയാസ്, രാജശ്രീ ഫെലിക്സ് ദേശാധിപതിക്ക് വന്ദനം. ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ചുകൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാ പൗരനെന്നറിഞ്ഞ് ഞാൻ പട്ടാളത്തോടുകൂടെ നേരിട്ട് ചെന്ന് അവനെ വിടുവിച്ചു. അവൻ്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു. എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നുമില്ല എന്ന് കണ്ടു. അനന്തരം ഈ പുരുഷൻ്റെ നേരെ അവർ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് വിവരം കിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. അവൻ്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിക്കുവാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു. ശുഭമായിരിക്കട്ടെ. പടയാളികൾ കൽപ്പന പ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രിസോളം കൊണ്ടുവന്നു. പിറ്റെന്നാൾ കുതിരച്ചേവകരെ അവനോടുകൂടെ അയച്ചു കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു. മറ്റുള്ളവർ കൈസരയിൽ എത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്തു പൗലോസിനെയും അവൻ്റെ മുൻപിൽ നിർത്തി. അവൻ എഴുത്തു വായിച്ചിട്ട് ഏതു സംസ്ഥാനക്കാരനെന്ന് ചോദിച്ചു. കിലിക്യക്കാരൻ എന്നു കേട്ടപ്പോൾ വാദികളും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാം എന്നു പറഞ്ഞു. ഹെരോദാവിൻ്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു. ആമേൻ.